ഞാൻ കോവിഡ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഒരു ദിവസം രാത്രിയാണ് നമ്മൾ അറിയുന്നത് നാളെ ടിക്ടോക്ക് ഇല്ല. എന്നെ കളിയാക്കാത്ത ഒരു ദിവസം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇത് കളിയാക്കലായിരുന്നു. സ്റ്റിൽ ഇങ്ങനെ കൊണ്ടുവരുന്നോണ്ട് ഞാൻ പറയും ഇത് പറ്റില്ല, ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ആൾക്കാർ കണ്ട ഷർട്ടാ, പറ്റില്ല നീ അങ്ങനെ ചെയ്തോ, നീ എന്താ എന്നെയും കൂടി അങ്ങനെ ആക്കണേ എന്ന് ചോദിക്കും. ഡ്രസ്സസ് എല്ലാം കറുത്താ ഭയങ്കര അഫോർഡബിൾ ജാവനും സക്ടാൻ കേസ് എല്ലാം വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡി ഡോഗ്സ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ഡോഗ്സിൻ്റെ ഫ്ലോറിലുള്ളത് അർച്ചിത ഷെനോയാണ്. വെൽക്കം ടു ദ ഫ്ലോർ. ഓക്കെ, എഞ്ചിനീയർ ആണ്, ഓണ്ടർപ്രണർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ശരിക്കും ഏത് അർച്ചിതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാ? അതില് എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വർക്ക് വെച്ചിട്ട് തന്നെയാണ്, എഞ്ചിനീയറിംഗ് തന്നെയാണ്. അത് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി. അതിനൊപ്പം ഇപ്പോൾ ഒരു പേജ് തുടങ്ങിയിട്ട് ഓണ്ടർപ്രണർഷിപ്പും അതിൻ്റെ കൂടെ. അപ്പം എല്ലാം ഈക്വലി ഇഷ്ടമാണ്. എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്? കാരണം ഇപ്പോൾ വർക്കിന് പോകുന്നത് കൊണ്ട് എങ്ങനെയാ ടൈം മാനേജ്മെന്റ്? നമ്മൾ മീ ടൈം എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്ന് അതിന് റെഡി ആണെങ്കിൽ മാനേജ് ചെയ്യാൻ ആർക്കാണെങ്കിലും പറ്റും. പക്ഷെ നമ്മളിപ്പോ അതിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമുക്കത് വർക്ക് ചെയ്യാൻ കുഴപ്പമില്ലാത്തതുള്ളൂ. അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് വർക്ക് ലെസ് ആയ സമയത്ത് ഇപ്പൊ എനിക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോകണ്ട, അപ്പൊ 2 days പോയാൽ മതി. ബാക്കിയുള്ള ടൈമിൽ ഞാൻ കുറച്ച് നേരം കോണ്ടന്റ് ക്രിയേഷന് മാറ്റി വെക്കും, വർക്കും ചെയ്യും. അപ്പം നമുക്ക് അങ്ങനെ വർക്ക് ടൈമിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ 9 to 5 ജോബ് അല്ല. നമ്മള് വർക്ക് എപ്പോഴെങ്കിലും നേരത്തെ തീർന്നു കഴിഞ്ഞാൽ ബാക്കി സമയം ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ യൂസ് ചെയ്യും. അങ്ങനെ അതില്ലാത്ത ഉള്ള ഒരു വർക്കാണിത്. പക്ഷെ ഞാൻ ഐ ലൈക്ക് ഇറ്റ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. എത്ര നാളായി കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്? ശരിക്കും ഞാൻ കോവിഡ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. കോവിഡ് തൊട്ടാണ് നമുക്കപ്പോ ആ ഒരു ഫോളോവേഴ്സ് ഒക്കെ ഇൻക്രീസ് ആയി തുടങ്ങിയത്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിക്ടോക്കിൽ എനിക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് പോകാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ആ സമയത്ത് കോവിഡ് നമുക്ക് അങ്ങനെ ഒന്നും ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്നത് ടിക്ടോക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഡ്രസ് ചെയ്യും, അതിലിങ്ങനെ വീഡിയോസ് ആക്കും. പിന്നെ ഒരു കാലത്ത് പാട്ട് പാടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ആദ്യം, മറ്റേ ലിപ്സിംഗ് ആക്ടിങ്, ടിക്ടോക്ക് ആക്ടിങ് വീഡിയോസ് മൊത്തം അങ്ങനെയായിരുന്നു. അപ്പോ അതിലിപ്പോ അത്രയും നമുക്ക് ആ ഒരു ഇൻസ്റ്റയിലുള്ള ക്രൗഡ് ടിക്ടോക്കിൽ ഇല്ലല്ലോ. അപ്പൊ ടിക്ടോക്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും അത് തന്നെയായിരുന്നു പണി. പിന്നെ ടിക്ടോക്ക് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടായപ്പോ ഒരു ദിവസം രാത്രിയാണ് നമ്മൾ അറിയുന്നത് നാളെ ടിക്ടോക്ക് ഇല്ലാന്ന്. എന്നെ കളിയാക്കാത്ത ഒരു ദിവസം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇത് ഫുൾ കളിയാക്കലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും റീൽസിലോട്ട് വന്നു. റീൽസിൽ വന്നപ്പോ പക്ഷെ എനിക്ക് ആ ഒരു ധൈര്യമില്ല. കാരണം അതിനകത്ത് നമ്മൾ അഭിനയിച്ച്, ഞാൻ അഭിനയത്തിൽ വലിയ ഒട്ടും 0 ആണ്. പക്ഷെ എന്നാലും ആ ഒരു ഡ്രസ്സിങ് ഉള്ള ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു അത് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ റീൽസിൽ എനിക്ക് ഈ ഒരു അഭിനയം പറ്റില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എന്തായാലും എനിക്ക് ഫാഷനോട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, കുഞ്ഞിലെ തൊട്ടേ അത് ഇൻബോൺ ഉണ്ട്. അപ്പോ അങ്ങനെ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യാം എന്നുള്ള ഇങ്ങനെ ആലോചിച്ച് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് കോണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇങ്ങനെ വന്നു. ഇപ്പൊ റീൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, എവറി ഡേ ട്രെൻഡും മാറും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്രെൻഡിങ് മ്യൂസിക് മാറും. അപ്പൊ അത് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, നിങ്ങളിങ്ങനെ നോക്കുവോ? അതൊക്കെ സേവ് ചെയ്ത് വെക്കുക? ഫുൾ സേവ് ചെയ്യല് ഒക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ഞാനിപ്പോ ഓഫീസിൽ ക്യാബിൽ പോകുമ്പോഴും ഇത് പണി, നമുക്ക് ഓഫീസ് ബ്രേക്ക് എടുത്താലും ഇത് തന്നെ. അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു ഇതിലുണ്ട്, അതുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സ് ആയിരിക്കാം. ഓക്കെ, ഇപ്പം ഓരോരുത്തർക്കും ഇപ്പൊ ഓരോ കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഓരോ ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ അർച്ചിതയ്ക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് എങ്ങനത്തെയാ? ഞാനിപ്പോ അർച്ചിതയുടെ പ്രൊഫൈൽ നോക്കിയപ്പോ കണ്ടായിരുന്നു മറ്റേ ഡേ ഇൻ മൈ ലൈഫ് പോലെയുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പൊ റീസെന്റ് തുടങ്ങിയ വോയിസ് ഓവേഴ്സ് ആണ്. പക്ഷെ അതെനിക്ക് ഭയങ്കര നല്ല റെസ്പോൺസാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത റെസ്പോൺസാണ്. അപ്പൊ ഞാൻ അത് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാഷൻ എന്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഫാഷൻ കണ്ടെന്ന് വെച്ചാൽ സാരി ഉടുക്കുക, ഇങ്ങോട്ട് തിരിയാ അങ്ങോട്ട് തിരിയാ, അതൊക്കെ ഓൾറെഡി പണ്ടേ ഇഷ്ടമാണ്. അപ്പം അതിനോട് ഒരു കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. പക്ഷെ ഇപ്പം ഈ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. ശരിക്കും ബാംഗ്ലൂരാണ് സെറ്റിലായിരിക്കുന്നേ ഇപ്പൊ? ഇപ്പൊ ഞാൻ പക്ഷെ കൊച്ചി ബാംഗ്ലൂർ ഇങ്ങനെ ഷട്ടിലാണ്. അത് ഞാൻ ചോദിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ബ്രാൻഡ്സ് ഒക്കെ കൊളാബ് ചെയ്യാൻ വരിക കൊച്ചിയുള്ള, കൂടുതലും മലയാളി ബ്രാൻഡ്സ് ആയിരിക്കുമല്ലോ. ബേസ് തുടങ്ങിയതേ കൊച്ചിന്നാണ്. പിന്നെ ഫുൾ കൊച്ചി കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവിടുത്തെ ഇതും ചെയ്യുന്നത് തുടങ്ങി. അപ്പം ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും ആവശ്യമുള്ളപ്പോ ഫുൾ ട്രാവൽ ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ വന്നേക്കുന്നത് ഒരാഴ്ചയില് അത്യാവശ്യം
മാക്സിമം ഇവിടെ വരിക, ഫുൾ വർക്ക് തീർക്കുക ഒരാഴ്ചയിൽ. പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീ ടൈം അല്ലെങ്കിലേ ഇല്ല, ഇതൊന്നും കൂടി ഹെക്റ്റിക് ആണ്. പക്ഷെ മാക്സിമം വർക്ക് തീർക്കണം, ഇഷ്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അങ്ങനെ. ബാംഗ്ലൂർ ആവുമ്പോൾ ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വീഡിയോഗ്രാഫറിനൊക്കെ ഹയർ ചെയ്യായിരിക്കും. ബാംഗ്ലൂർ ആരാ അതേപോലെ ഒരു സെറ്റ് ഉണ്ടോ കൂടെ? ഹസ്ബൻഡാണ് സപ്പോർട്ട് ആളാണ്, ഫുൾ A to Z. പുള്ളി എപ്പോഴും പറയും ഞാനാണ് നിന്നെ ഇൻഫ്ലുവൻസർ ആക്കിയത്, അങ്ങനെ പറയും. ആക്ച്വലി കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കോവിഡിന്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്റെ കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ ഇത് മൊത്തം തുടങ്ങിയത്. അപ്പൊ ഫുൾ കൂടെ ഉണ്ടായിരുന്നത്. ഐഡിയാസ് പുള്ളി ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഇപ്പോഴാണ് ഡെയിലി വ്ളോഗ്സിൽ വന്നത്. ആദ്യമേ ഒന്നും ക്യാമറ മുമ്പിൽ വരത്തില്ല, പക്ഷെ ഡയറക്ഷൻ പുള്ളിക്ക് ഐഡിയാസ് ഉണ്ട്. എനിക്ക് നീ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ, അതൊക്കെ ഫുൾ പുള്ളിയാ പറയുന്നത്. ഇന്ന് വന്നിട്ടുണ്ടോ? കൊച്ചിയിലുണ്ടോ? കൊച്ചിയിലുണ്ട്. ഓക്കെ, ശരി. അത് പറഞ്ഞപ്പോഴാ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലോ അർച്ചിതയ്ക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീല് കാണില്ലേ, ഒരു കപ്പിളിൽ ഒരാൾ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ മറ്റാൾക്ക് അത് അത്ര അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ കപ്പിൾ? എപ്പോഴും ആണോ? അതിലൊരു മാറ്റമില്ല. അപ്പൊ നമ്മൾ ഈ ഇൻസ്റ്റയിൽ റീൽസ് ഫോർവേഡ് ചെയ്ത് കൊടുക്കില്ല. അപ്പൊ എവിടെങ്കിലും പോകുമ്പോൾ ഞാൻ എവിടെ പോവാണെങ്കിൽ, ഇൻക്ലൂഡിങ് സൂപ്പർ മാർക്കറ്റിൽ പോവാണെങ്കിൽ പോലും ഞാൻ വെൽ ഡ്രസ്, ഞാൻ അങ്ങനെ വെറുതെ പുറത്ത് പോകലുന്ന ഒരു ഇതേ ഇല്ല. പക്ഷെ പുള്ളി അങ്ങനെയല്ല. പുള്ളി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അയ്യോ മുടി വെട്ടാൻ പോയില്ലെങ്കിൽ പോലും നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. വെച്ചാൽ പുള്ളിയും ഭയങ്കര ഗ്രൂംഡ് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പൊ ശരിയായി ഇപ്പം ശരിയായി തുടങ്ങി. നമ്മൾ ഇതിന്റെ ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഡ്രസ് ചെയ്തൊക്കെ ഇറങ്ങുമ്പോ രണ്ടാള് രണ്ട് ഒക്കേഷന് പോണ പോലെയൊക്കെ ഫീൽ ചെയ്യും. അതെ അങ്ങനത്തെ സിറ്റുവേഷൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിർബന്ധിച്ച് പുള്ളി നമുക്ക് കുറച്ച് ഓവറായി തോന്നുന്നു അല്ലേ? അങ്ങനെ തോന്നില്ലേ? പുള്ളി പറയുന്നു പണ്ട് ഞാൻ വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ എനിക്കൊരു 4 ഷർട്ടും 2 പാന്റും അത്ര മതി. ഇപ്പൊ നിന്റെ അത്ര എന്ന് വെച്ചാൽ ഈ പുള്ളിനെ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നോണ്ട് ഞാൻ പറയും ഇത് പറ്റില്ല, ഇത് ഞാൻ ഓൾറെഡി നേരത്തെ കണ്ട ആൾക്കാർ കണ്ട ഷർട്ടാ, പറ്റില്ല. നീ അങ്ങനെ ചെയ്തോ, നീ എന്തിനാ എന്നെയും കൂടി അങ്ങനെ ആക്കണെന്ന് ചോദിക്കും. പക്ഷെ പുള്ളിക്ക് ഇഷ്ടമാണ്. ഈ ഷെനോയ് എന്ന് പറഞ്ഞൊരു പേര്, അത് ഫാമിലി നെയിം ആണല്ലോ ശരിക്കും. അപ്പം പറയൂ, ഷെനോയിനെ പറ്റി പറയൂ. ഷെനോയ് ഞങ്ങൾ കൊങ്കണീസ് ആണ്, മലയാളീസ് അല്ല. പക്ഷെ കേരളത്തിലാണ് ജനിച്ചതും വളർന്നുകൊണ്ട് മലയാളം അറിയാം. ലൈക്ക് വീട്ടിലൊക്കെ പക്ഷെ ഞങ്ങൾ കൊങ്കണിയാ സംസാരിക്കുക. ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് കൊങ്കണി കൾച്ചർ. ഹസ്ബൻഡും വൈഫും പരസ്പരം കൊങ്കണി തന്നെയാണോ സംസാരിക്കുക? കൊങ്കണി. കൊങ്ങണിയിൽ എന്തെങ്കിലും പറയാം. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, അത് കൊങ്ങണിയിൽ പറയാമേ. ഇപ്പം ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്നാണ് നമ്മുടെ ആ ഒരു ബ്രാൻഡിന്റെ പേര്, പേജിന്റെ പേര്. എന്താ ശരിക്കും ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിംഗ്? കൊങ്ങണിയിൽ പറയണേ, എന്നിട്ട് അത് മലയാളത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, എന്നാലും അത് കൊങ്ങണിയിൽ പറഞ്ഞോ. ഓക്കെ. അപ്പൊ ആദ്യം കൊങ്ങണിയിൽ പറയണേ, എനിക്ക് മനസ്സിലാവോന്ന് അറിയണല്ലോ. ഓക്കെ. बँगलोर स्ट्रीट शॉपिंग म्हळ्यार आमकां बँगलोर आसा गोचुनू शॉप करूं जावनांक हांव एक ऑनलायन पेजांतल्यान ड्रेसेस सेल करता भयंकर अफोर्डेबल जावन सट्टांचे सेल ഇതൊന്നും മലയാളത്തിൽ പറഞ്ഞേ. രണ്ട് വാക്ക് മനസ്സിലായി, സെല്ല്, അഫോർഡബിൾ. അത് പിന്നെ ഇംഗ്ലീഷിലാണ് വായിക്കാൻ എനിക്ക് ഒന്നും മനസ്സിലായില്ല. ആക്ച്വലി നമ്മൾ ചെറുതിലെ തൊട്ടേ കേട്ടില്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര ടഫാന്ന് എല്ലാരും പറയാറുണ്ട്. ഇത് എഴുതാനും വായിക്കാനൊക്കെ അറിയാം നിങ്ങൾക്ക്? ഇല്ല, ലിബി ആക്ച്വലി ഇല്ല, ഓൺലി സംസാരിക്കാനേ ഉള്ളൂ. നമ്മള് കേട്ടാ, കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ മറ്റു സ്ഥലത്ത് കുറച്ച് ഡിഫറെന്റ്. അപ്പൊ അത് നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞെന്ന് ആൾക്കാർ വരും. അപ്പൊ അതുകൊണ്ട് ടഫാ ഇച്ചിരി. ഇനി ഇതൊന്ന് മലയാളത്തിൽ ഓക്കെ. മലയാളത്തില് ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഞാൻ തുടങ്ങാൻ മെയിൻ കാരണം നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് എല്ലാവർക്കും കുറച്ച് ആക്സസ് കിട്ടുക എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ അത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ബാംഗ്ലൂർ വരാൻ പറ്റി എന്നില്ല. ഇപ്പൊ കൊച്ചിയിൽ തന്നെ ആൾക്കാർക്ക് എപ്പോഴും ബാംഗ്ലൂരിൽ സ്ട്രീറ്റ് വരണം പറ്റില്ല. അപ്പൊ അവർക്ക് ഞാനൊരു പേജ് തുടങ്ങി ഞാൻ തന്നെ പോയി ഹാൻഡ് പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അഫോർഡബിൾ ആയിട്ട് എല്ലാം ബിലോ 999 ആണ് എൻ്റെ സാധനങ്ങളെല്ലാം. അതിന് അബവായിട്ട് ഒന്നും സെല് ചെയ്യാറില്ല. അപ്പൊ ഞങ്ങളുടെ കുറച്ച് പ്രോഫിറ്റ് അതിനകത്ത് ഇട്ടിട്ട് നമ്മള് സെല് ചെയ്യാം. അതായത് ഷിപ്പിംഗ് ചാർജ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അതും ഭയങ്കര മിനിമൽ ആയിട്ട് എല്ലാം തുടങ്ങിയത്. പക്ഷെ എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ ഹസ്ബൻഡിന്റെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് പുള്ളി അതിനെ പറ്റിയുള്ള മറ്റേ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരും. ബാക്കി ഡ്രസ്സ് മാർക്കറ്റ് ചെയ്യുന്ന എന്റെ പണിയാണെങ്കിൽ ബാക്കി സെറ്റ്
ഹാൻഡ് പിക്ഡ് ആണോ? എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. ഓൺലി അതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈസും എല്ലാ ക്ലോത്ത്സും അവൈലബിൾ ആവണമെന്നില്ല. ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോ വെസ്റ്റ് സൈഡ് ഒക്കെ കാണുന്ന പോലെ SML ഒന്നും ഉണ്ടാവില്ല. പിന്നീട് ഒരാൾ ചോദിച്ചു വന്നാലും അത് അവിടെ കാണില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ എന്റെ പേജിൽ കറന്റ്ലി എല്ലാം സോൾഡ് ഔട്ട് ആണ്. അപ്പൊ ഇപ്പോഴും ആൾക്കാർ പണ്ടത്തെ ഇട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നാൽ നമുക്ക് കൊടുക്കാനില്ല. ആ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഇടുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ പറയും ഡ്രോപ്പ് ഹാപ്പനിങ് ടുമോറോ അങ്ങനെ പറയും. ഓൾറെഡി ഒരു അനൗൺസ്മെന്റ് നേരത്തെ കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ആൾക്കാർ വന്ന് നോക്കിയപ്പം ഒരു 2 മിനിറ്റ് ലേറ്റ് ആയാൽ ചിലപ്പം അത് സോൾഡ് ഔട്ട് ആവും. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശരിയാണ്. ഓക്കെ. ഇപ്പം ഞാൻ അതിലോട്ട് കൂടെ കൂടുതൽ വരുന്നപ്പോൾ ചോദിക്കുന്നതാണ്, അപ്പം നിങ്ങളിപ്പം സെയില് വെക്കുമ്പം ഇന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രോപ്പർ ഫിക്സ് ഡേയ്സ് അല്ല. എനിക്ക് എൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഇപ്പം എനിക്ക് എപ്പോഴാ ഫ്രീ ആവണേന്ന് എനിക്കറിയില്ല. അപ്പം അവൈലബിലിറ്റി നോക്കിയിട്ട് ഞാൻ 2 ദിവസം മുന്നേ അറ്റ്ലീസ്റ്റ് ഇൻഫോം ചെയ്യാറുണ്ട്. ഇപ്പം ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനെ പറ്റി പറഞ്ഞതുകൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുക. ഇപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എല്ലാവർക്കും സ്ട്രീറ്റ് ഷോപ്പിംഗ് പറ്റില്ല. അങ്ങനെ അതിനൊക്കെ നല്ലൊരു മാർഗമാണ് ഇതെന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരാറുള്ളത് എവിടെ നിന്നാണ്? അങ്ങനെ നോക്കാറുണ്ടോ അർച്ചിത? ബാംഗ്ലൂരിൽ നിന്നും വരാറുണ്ട്, കൊച്ചിയിൽ നിന്നും. ഈ 2 സ്ഥലമാണ് എനിക്ക് കൂടുതലും മെജോറിറ്റി നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത്. വേറെ സ്റ്റേറ്റ്സിൽ നിന്നും വരുന്നുണ്ട്. മെജോറിറ്റി ബാംഗ്ലൂർ, കൊച്ചി തന്നെ. ഓക്കെ. കോണ്ടന്റ് ക്രിയേഷനിലോട്ട് തിരിച്ചു വരാം. ഏതൊക്കെ ബ്രാൻഡ്സ് ആയിട്ടാ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയാ കൊളാബ് ചെയ്തിട്ടുള്ളത്? ഞാൻ തനിഷ്കായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്, പോത്തീസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്, ലുലു ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലുള്ള എല്ലാ നല്ല ബ്രാൻഡുകളുടെയും പേര് പറയുന്നുണ്ട്. അങ്ങനെ ലിസ്റ്റ് ബാംഗ്ലൂരിൽ എൻക്വയറീസ് വരാറുണ്ടോ? കൊളാബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ ബാംഗ്ലൂർ? അത് ഇഷ്ടംപോലെ രണ്ടും. അപ്പം ആൾക്കാർക്ക് മെയിൻലി ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണോ കൊച്ചി ബേസ്ഡ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നല്ലപോലെ ഉണ്ട്. അപ്പം ഇപ്പോൾ ഒരു കൊളാബിന് ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പം അവർക്ക് കൂടുതലും ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഒരാൾ കൊളാബിന് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എൻ്റെ പ്രൊഫൈൽ നല്ല ഇഷ്ടപ്പെടും. പക്ഷെ ദേ ഹാവ് എ ഡൗട്ട്, എനിക്ക് എൻ്റെ ഫോളോവേഴ്സ് കൂടുതൽ ബാംഗ്ലൂർ ആണോ കൊച്ചി ആണോ. അപ്പോൾ അവർ എപ്പോഴും ഗ്രാഫിക്സ് എപ്പോഴും ചോദിക്കും. പക്ഷെ ആക്ച്വലി നോക്കുവാണെങ്കിൽ എനിക്ക് രണ്ടും ഈക്വൽ ആണെന്ന് ഞാൻ പറയുള്ളൂ. രണ്ടും ഒരേപോലെ തന്നെയാ ഫോളോവേഴ്സ് ഉള്ളത്. മലയാളി ഫോളോവേഴ്സ് ആണോ കൂടുതൽ അതോ നോൺ മലയാളി ഫോളോവേഴ്സ് ആ കൂടുതൽ ഇൻസ്റ്റഗ്രാം ഞങ്ങൾ കുറച്ച് താഴോട്ട് ഇങ്ങനെ പോയപ്പോൾ ഒരു വെയിറ്റ് ലോസിന്റെ സെക്ഷൻ കണ്ടായിരുന്നു. ശരിക്കും കാണുന്നവരൊക്കെ അതാ ചോദിക്കുന്നത്. കാരണം ഇൻസ്റ്റയിൽ ഞാൻ ഒരു സാരി എടുത്തൊരു ഇമേജ് കണ്ടായിരുന്നു. അതില് എനിക്ക് അർച്ചിതയാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലാത്ത പോലത്തെ ഇമേജ് കണ്ടായിരുന്നു. ആളെല്ലാം എന്റെ ഫ്രണ്ടിലിരിക്കുന്നത് 62 to 55 അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു വെയിറ്റ് ലോസ്? കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞു. വെയിറ്റ് ലോസ് ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ പറയാം. എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. ഒട്ടും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മടി, അത് ചിലപ്പോൾ മടിയാവാം, സമയമില്ലാത്തതുകൊണ്ടാവാം, അങ്ങനെ പല പല റീസൺസ്. വർക്ക്ഔട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇത് തുടങ്ങിയത് ഞാൻ മെയിൻലി റൈസ് കട്ട് ചെയ്തിട്ടായിരുന്നു. കാരണം എനിക്ക് റൈസ് അല്ലെങ്കിൽ ഇഷ്ടമല്ല. അതെനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര റൈസ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ റൈസ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. കാരണം സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നിർബന്ധിച്ച് ചോറ് കഴിപ്പിക്കും. അപ്പൊ എനിക്ക് വേറെ വഴിയില്ല, പിന്നെ ഓപ്ഷൻ ഇല്ല, ചോറ് കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്തൊക്കെ ചോറ് കഴിക്കും. പിന്നെ എനിക്ക് കട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് വേറെ വഴിയില്ല. പിന്നെ ഞാൻ റൈസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്താണ് ഇതിന്റെ തുടക്കം. പിന്നെ ഷുഗർ ഞാൻ കഴിക്കുന്ന വളരെ ലെസ്. ചായ കാപ്പി ഞാൻ കുടിക്കത്തില്ല. ഷുഗർ കഴിക്കാൻ എനിക്ക് ചാൻസ് ഉള്ള ഡെസേർട്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ക്രേവിങ്സ് എങ്ങനെ കുറയ്ക്കാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നും വെള്ളം കുടിച്ച്, ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ ഡ്രിങ്ക് മോർ വാട്ടർ എന്ന് വായിച്ചിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ ആക്ച്വലി വർക്ക്സ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരു പഴം എടുത്ത് കഴിക്കും. ആ ഒരു സ്വീറ്റ്, ആ ഒരു ക്രേവിങ്സ് ഇതാക്കാൻ വേണ്ടി. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫ്രൂട്ട്സ്, ഏത് മധുരമുള്ള ഫ്രൂട്ട്സ് കഴിച്ചാലും നമ്മൾ അതെന്ത് വേണം, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് കഴിച്ചാൽ ആക്ച്വലി അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇടയ്ക്ക് സുംബ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും സ്റ്റോപ്പായി. ഞാൻ ഒരു കണ്ടിന്യൂറ്റി ഇല്ല, അതൊക്കെ സ്റ്റോപ്പായി. പിന്നെ ഞാൻ ഇങ്ങനത്തെ പാക്കേജസ് ഉണ്ട് നമുക്ക്, ഓൺലൈൻ പാക്കേജസ്. അവർ നമ്മളെ മോണിറ്റർ ചെയ്യാനും അങ്ങനെയൊക്കെ നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് മോട്ടിവേഷൻ ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. നമുക്ക് ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പോവാനായിട്ട് ഇന്ന് ആരും ഇല്ല, അല്ലെങ്കിൽ ട്രെയിനർ ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നം അതാണ്. അപ്പൊ ഇന്ന് ആരും ഇല്ല, അപ്പൊ നമുക്ക് ഇന്ന് സ്കിപ്പ് ചെയ്യാം എന്ന് തോന്നും. പക്ഷെ ഇങ്ങനത്തെ പാക്കേജസിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ നല്ല ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്യും. അപ്പൊ അതും ഹെൽപ്പ് ചെയ്യും. എത്ര നാളെടുത്തു ഈ വെയിറ്റ് ലോസിന്? ക്ലിയർ വിസിബിൾ റിസൾട്ട്സ് വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസം കൂടുതലായി.
അതല്ല ഞാൻ ചോദിച്ചത്, ഇപ്പൊ നമ്മൾ ഈ 62 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, 62 to 55 അത് എത്ര നാളെടുത്തു ആ ഒരു ജേണി? ഞാൻ 62 ആയത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാ. എന്ന് വെച്ചാൽ 2020-ലാണ് എന്നെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ 21-ൽ 62 ആയിരുന്നു. അപ്പം ഇപ്പം 55 ആയി. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 3-4 years. സാവധാനം തിരക്കൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ വെയിറ്റ് ഗെയിൻ വന്ന സമയത്ത് അതിങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്കിങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാ? അങ്ങനെ ഇല്ല, അങ്ങനെ തോന്നി തുടങ്ങിയതൊന്നുമില്ല. വെറുതെ കട്ട് ചെയ്ത് പറയാണ്ട് കുറഞ്ഞതാണ്. അങ്ങനെ തോന്നി ഭയങ്കര ഡെഡിക്കേഷൻ ആയിട്ട് ഞാൻ ഈ ഒരു ഇതിലോട്ട് വരും എന്ന് തുടങ്ങിയതല്ല. സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഡയറ്റ് ഫുഡ് കഴിച്ച് ഈ വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ കഴിച്ചിട്ട് അങ്ങനത്തെ ഒരാളെയല്ല. എനിക്ക് സാലഡ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ല, കണ്ടെടുത്ത് എനിക്ക് കണ്ടുകൂടാ. പക്ഷെ ഞാൻ കഴിക്കുന്നതൊക്കെ കഴിക്കും, പക്ഷെ ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റി മെഷർ ചെയ്ത്. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കും, നീ ഇപ്പൊ ഫുഡ് ബ്ലോഗിങ്, ഞാൻ അങ്ങനെ വലിയ ഫുഡ് ബ്ലോഗർ അല്ല. അടുത്തങ്ങാണ്ട് ഒരു സ്വീറ്റ് ഒക്കെ എന്തോ ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പൊ ഫുഡ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഞാനിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഫുഡൊക്കെ കാണിക്കുമ്പോൾ ഇത് മൊത്തം നീ തിന്നിട്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ മൊത്തം തിന്നുന്നില്ലല്ലോ, നിങ്ങളെ കാണിക്കുന്നല്ലേ ഉള്ളൂ. ഇത്ര തിന്നുന്ന വളരെ കുറച്ച് ക്വാണ്ടിറ്റീസിലേ ഉള്ളൂ. ഓക്കെ, ശരി. ഇപ്പം അർച്ചിതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഓഫ് അറ്റയർ എന്താ? അതായത് ഇപ്പം ഡ്രസ്സസ് ആണോ, അല്ലെങ്കിൽ എന്താണ് ഇഷ്ടമുള്ളൊരു അറ്റയർ കാറ്റഗറി? അത് ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ചുമ്മാ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് ഭയങ്കര ഓവർ സൈസ് ടീഷർട്ട്, ലൂസ് ആയിട്ട് ഒരു ടീഷർട്ടും ഒരു പാന്റും ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കംഫർട്ട്, ഓവർ സൈസ്. എന്റെ ഹസ്ബൻഡ് ഡ്രസ്സ് എടുത്തിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കംഫർട്ട് അല്ല, കംഫർട്ടിന്റെ പേരിലാണ്. അത് നിനക്ക് സ്വന്തമായിട്ട് ഹസ്ബൻഡ് എപ്പോഴും ചോദിക്കും, നിനക്ക് സ്വന്തമായിട്ട് കബോർഡ് ഇത്രയുണ്ട്, എന്നിട്ട് നീ എന്തിനാ എന്റെ കബോർഡ് തപ്പാൻ വരുന്നത്? പക്ഷെ അതാണ് എന്റെ ഏറ്റവും കംഫർട്ട് ഡ്രസ്സ് എന്ന് വെച്ചാൽ. പുള്ളി XL ആണ് സൈസ്, എന്റെ S ആണ് സൈസ്. അപ്പൊ XL S ഇടുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, സ്പേസ്, ആ ഒരു സമാധാനം. ഫേവറേറ്റ് ഫുഡ് എന്താ? പുട്ടും പഴവും. ഞാൻ വേറെ എന്തൊക്കെയോ പറയുന്നു. അല്ല, ഞാൻ കഴിക്കാത്ത സാധനങ്ങളാണ് ആക്ച്വലി കൂടുതൽ ലിസ്റ്റ് എടുക്കുമ്പോൾ. ബർഗർ കഴിക്കില്ല, പിസ്സ കഴിക്കില്ല, ചാട്ട് കഴിക്കില്ല, ചോക്ലേറ്റ്സ് കഴിക്കില്ല, ഐസ്ക്രീം കഴിക്കില്ല, ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കില്ല. ഇത് 5 ഞാൻ കഴിക്കത്തേ ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഡയറ്റ് കഴിക്കില്ല. ഇല്ല. കഴിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിച്ചു നോക്കിയിട്ടുണ്ട്, എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. ഒറ്റ ഫ്ലേവറിന്റെ ഇഷ്ടമല്ല. ടെക്സ്ചർ ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ഇഷ്ടമല്ല. അപ്പൊ ഇത് ഡയറ്റിന്റെ ഭാഗമായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ പുട്ടും പഴവും എനിക്ക് എപ്പോ തന്നാലും ഞാൻ കഴിക്കും. പിന്നെ സീ ഫുഡ് പ്രാന്താണ് എനിക്ക്. വെജ് അല്ല, പ്യൂർ നോൺ വെജ്. അപ്പൊ സീ ഫുഡും പുട്ടും പഴവും എനിക്ക് എപ്പോ തന്നാലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ബാഗ് ക്യാരി ചെയ്യുമല്ലോ, ചെറിയ ബാഗോ വലിയ ബാഗോ ക്യാരി ചെയ്യും. 3 things എപ്പോഴും കൂടെ ഉണ്ടാകുന്നത്. ഫോണും ചാർജറും ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. എന്ന് വെച്ചാൽ ഫുൾ ടൈം കുത്തിക്കൊണ്ടിരിക്കുക, അപ്പോൾ ചാർജ് എവിടെയെങ്കിലും എനിക്ക് വേണം. പിന്നെ ലിപ്സ്റ്റിക്. ഞാൻ വേറെ കൺസീലർ അതൊക്കെ പറയാം. ലിപ്സ്റ്റിക് വേറെ നമ്മൾ ഒന്നും ഇട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട ഒരു ലുക്ക് വരും. അപ്പൊ കുഴപ്പമില്ല. അടിപൊളി. എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻസ് വരുന്നത്? ഫ്യൂച്ചർ പ്ലാൻസ് ഈ ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിംഗ് എനിക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കുറച്ച് നാളായിട്ടൊരു പോസ്റ്റിലാണ്, കാരണം എനിക്ക് കുറേ തിരക്ക് വരുന്നുണ്ട്. അപ്പോൾ പുതിയ കളക്ഷൻസ് ഞാൻ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്, കാരണം ഓണത്തിൻ്റെ തിരക്ക് കാരണം ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ മെയിൻ കാര്യം എന്താ, എനിക്കൊരു ടീമില്ല ഒന്നിനും. കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ടീമില്ല. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് A to Z കാര്യങ്ങൾ. ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നതും ഡ്രൈവ് ചെയ്ത് പോകുന്നതും ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും അതിൽ അഡ്രസ്സ് എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നതും എല്ലാം ഞങ്ങൾ തന്നെ. ഞങ്ങൾക്ക് ഒരാൾ പോലും എക്സ്ട്രാ ഹെൽപ്പില്ല. പ്ലസ് ഞങ്ങൾക്ക് 2 പേർക്കും ഓഫീസ് വർക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഡിലേ വരുന്നുണ്ട്. അപ്പം അത് കുറച്ചും കൂടി എക്സ്പാൻഡ് ആക്കണമെന്ന് ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. പിന്നെന്താ, കോണ്ടന്റ് ക്രിയേഷനൊക്കെ കുറേ നല്ല നല്ല ബ്രാൻഡ്സ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓഫീസിലും നല്ലപോലെ ജോലി ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓഫീസ് ജോബ് ക്വിറ്റ് ചെയ്യാം, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അത് ഞാൻ ക്വിറ്റ് ചെയ്യില്ല. ഇല്ല, ക്വിറ്റ് അൺലെസ് അവരെന്നെ പറഞ്ഞു എനിക്ക് എവിടെയും ജോലി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ഫുൾ കോണ്ടന്റ് ക്രിയേഷനിലോട്ട് മാറും. അല്ലാതെ ഞാനായിട്ട് ആ ഡിസിഷൻ എടുക്കത്തില്ല. യൂട്യൂബ് ഞാൻ ചെക്ക് ചെയ്തു, ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇല്ല. അപ്പൊ യൂട്യൂബ് ചാനലിന് ഒരു പ്ലാൻ ഉണ്ടോ? അത് ഇനി എന്നാ കാണുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ തീരെ സമയമില്ല. സത്യം പറഞ്ഞ അഹങ്കാരത്തിൽ എനിക്ക് എന്നെ തന്നെ നോക്കാൻ സമയമില്ല. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്തില് സമയം കിട്ടുവാണെങ്കിൽ ആഗ്രഹമുണ്ട് തുടങ്ങണമെന്ന്, പക്ഷെ അറ്റ് ദിസ് മൊമെന്റ് ഇല്ല. ഓക്കെ, ഇനി സ്കിൻ കെയറിലോട്ട് വരാം. എന്തൊക്കെയാ സ്കിൻ കെയർ ചെയ്യാറ്? ഇങ്ങനെ AM PM റുട്ടീൻ ചെയ്യുന്ന ഒരാളാണോ, അതോ സ്കിൻ കെയർ ശ്രദ്ധിക്കുന്ന ഒരാളാണോ? ഭയങ്കര മടിയുള്ള ആളാ. സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഭയങ്കര മടിയാ. ഇപ്പം അത് ഒരു ഡെഡിക്കേഷൻ ആയിട്ട് അതെങ്ങനെ ചെയ്യണം എന്ന് ചിലപ്പോൾ തോന്നാറില്ല. എന്നാലും സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന പെട്ടെന്ന് പറയാൻ പറ്റുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാ? അത് നമ്മളെല്ലാവരും CTM, ക്ലെൻസ്, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് അതൊക്കെ തന്നെ. ഇപ്പൊ റീസെന്റ് എൻ്റെ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് മറ്റേ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം. ഞാൻ നേരത്തെ സാധനം അങ്ങനത്തെ ഒരു ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് സ്കിന്നിന്. ശരിക്കും കുറച്ചും കൂടി സ്കിന്നിന് ഒരു എനർജി പവർ കിട്ടിയ പോലെ ഉണ്ട്. നേരത്തെ ഞാൻ അങ്ങനത്തെ പ്രോഡക്ട്സ് ചുമ്മാ എന്തെങ്കിലും എടുത്ത് തേക്കുക അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് സ്കിൻ. ആ ഒരു ഡിഫറൻസ് കാണാം. ശരിക്കും എന്ത് സ്കിന്നാ? സെൻസിറ്റീവ്, ഓയിലി, അങ്ങനെ എന്ത് സ്കിൻ ടൈപ്പാ? കൊച്ചിയിൽ വരുമ്പോൾ ഭയങ്കര ഓയിലിയാ, ബാംഗ്ലൂർ പോകുമ്പോൾ ഒരു ഡ്രൈ ആണ്. അവിടുത്തെ ക്ലൈമറ്റിന്റെ ആയിരിക്കും. ഓരോ സ്ഥലത്തനുസരിച്ച് ഞങ്ങളുടെ സ്കിന്ന് മാറും. പ്രത്യേക സ്കിന്നാ, പ്രത്യേകതയും. ഓക്കെ, അടിപൊളി. ഇപ്പം അർച്ചിതേനെ സംബന്ധിച്ച് വാട്ട് ഈസ് സക്സസ്? എനിക്ക് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഒരു കാര്യം വിചാരിച്ചു, ഇപ്പം നമുക്ക് ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് വിചാരിച്ച് നടത്താൻ പറ്റി എന്ന് പറയുന്നതാണ് എനിക്ക് സംബന്ധിച്ച് സക്സസ്. ഇപ്പം ഹഡിൽസിലൂടെ അത് നടത്താൻ പറ്റി എന്നുള്ളതല്ല നടന്നതാണ്. ചുമ്മാ ഇപ്പം ഞാൻ പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ കാര്യം സാധിച്ചു വന്നു. എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു ജാതകവും എൻ്റെ ഒരു തലവരെയൊക്കെ വെച്ച് കഷ്ടപ്പാടിലൂടെ മാത്രം ഞാൻ എല്ലാം എനിക്ക് അങ്ങനെ തന്നെയാണ്. അതെൻ്റെ ജാതകത്തിൻ്റെ ആയിരിക്കും, അറിയത്തില്ല. പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഹഡിൽസ് വരും, അത് ഉറപ്പാണ്. എന്നിട്ട് അത് ഓവർകം ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഇപ്പൊ നമ്മൾ മാത്സിലൊക്കെ ഒരു സോൾവ് ചെയ്യുമ്പോൾ കിട്ടില്ലേ ആ ഒരു ഹാപ്പിനെസ്, അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് അല്ല, അങ്ങനത്തെ ഒരു സക്സസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഹാപ്പിനെസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പൊ എന്താ ഹാപ്പിനെസ് അക്കോർഡിംഗ് ടു യു? കുറെ ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പം എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പം ആവശ്യമുള്ള ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു തിരക്കോ പണിയോ ഒന്നും ഇല്ലാതെ രാത്രി കിടന്നുറങ്ങുക, അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ ഹായ് ഇന്ന് എനിക്ക് ഒരു ജോലിയില്ല, വെറുതെ ഇങ്ങനെ കിടക്കാം എന്ന് ആലോചിക്കുന്നത്, അത് എനിക്ക് ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ നമുക്കൊരു നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം എനിക്ക് നല്ല ഹാപ്പിനെസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ, ഇപ്പം ചിലപ്പോൾ നമ്മൾ ഒരു മനസ്സിൽ നമ്മളൊരു കാര്യം കാണും, അത് ഷൂട്ട് ചെയ്ത് വരുമ്പം ചിലപ്പോൾ അതേപോലെ കിട്ടണം എന്നില്ല, പക്ഷെ അതേപോലെ നല്ല രീതിയിൽ കിട്ടുമ്പം അതൊക്കെ ഒരു ഹാപ്പിനെസ് ആണ്. അങ്ങനെ പിന്നെ കുറെ ഡ്രസ്സ് കിട്ടുമ്പോൾ ഹാപ്പിനെസ് ആണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഹാപ്പിനെസ് ആണ്. എനിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ്, പൈസ മാറ്റി വെച്ച് ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്ത് വരുമ്പോൾ, ഷോപ്പിങ്ങിന് എനിക്കൊരു ഇതേ ഇല്ല, ഒരു എൻഡ് ഇല്ല. ഇപ്പൊ ഇന്ന് ഡ്രസ്സ് വാങ്ങിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ വേറെ നല്ല ഡ്രസ്സ് വാങ്ങിച്ചു ഞാൻ അതും വാങ്ങിക്കും. ഈ മാസം എനിക്ക് ഇത്രേ ഉള്ളൂ കോട്ട, അങ്ങനെ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ ഡ്രസ്സ് മേടിക്കും. എനിക്ക് വേണ്ടി ഇങ്ങനെ കോട്ട വയ്ക്കാറില്ല. ഇനി ഞാൻ കോണ്ടന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഇപ്പം വ്യൂസിൽ അല്ലെങ്കിൽ ലൈക്സിലൊക്കെ ഒരുപാട് കൺസേൺ ആവാറുണ്ടോ? ഇപ്പം അയ്യോ വ്യൂസ് കയറിയോ, അങ്ങനെ എടുത്ത് നോക്കുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ചിലൊരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വ്യൂസ് കയറുന്നത്, അല്ലെങ്കിൽ റീൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഭയങ്കര നോക്കാറുണ്ട്. വ്യൂസ് എത്ര ആയി അതൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഫുൾ ടൈം അയ്യോ ഇത് എന്തോ ഇത്രയും കുറഞ്ഞ, അത് അങ്ങനെ ആലോചിച്ച് എനിക്ക് ആ ഒരു ട്രോമ പോലെ വരുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. പക്ഷെ എടുത്ത് നോക്കും, ഒബ്വിയസ്ലി നമ്മൾ ഇടുമ്പോൾ നല്ല റീച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അത് നോക്കാറുണ്ട്. ഇപ്പൊ ഓൺ വോയിസിനാണോ അതോ നമ്മുടെ ഇപ്പൊ ഒരു മ്യൂസിക്കിന് ചെയ്യുന്നതിനാണോ കൂടുതൽ റീച്ച് വരുന്നത്? ഡെഫിനറ്റ്ലി ഓൺ വോയിസ്. അത് ഞാൻ ഇപ്പൊ റീസെന്റ് ആണ് അത് റിയലൈസ് ചെയ്തത്. കാരണം ഞാൻ ഓൺ വോയിസ് ചെയ്യുന്ന വളരെ കുറവായിരുന്നു. ഇപ്പൊ ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര നല്ല റെസ്പോൺസും റീച്ചും ഉണ്ട്. മെസ്സേജസ് ഒക്കെ അയ്യോ കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളി. നമ്മുടെ ഏകദേശം എൻഡിലോട്ട് എത്തുവാണ് നമ്മുടെ ഈ കോൺവെർസേഷൻ. താങ്ക് യു വെരി മച്ച് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന് ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.